നമസ്കാരം. എല്ലാവർക്കും മൂവീസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് 2018 പുറത്തിറങ്ങിയ റസ്റ്റ് ക്രീക്ക് എന്ന സർവൈവൽ ത്രില്ലർ സിനിമയെക്കുറിച്ചാണ്. അതിജീവനം, അപ്രതീക്ഷിതമായി ലഭിക്കുന്ന നല്ല സുഹൃത്ബന്ധങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സീറ്റ് എഡ്ജ് ത്രില്ലറാണിത്. ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോവുകയായിരുന്ന കോളേജ് വിദ്യാർത്ഥിനിയായ സോയർ അവർ GPS-ൻ്റെ സഹായത്തോടെ യാത്ര തിരിക്കുകയാണ്. എന്നാൽ അവളൊരു കാടിനുള്ളിൽ വഴിതെറ്റി കുടുങ്ങി പോകുന്നു. അവിടെ അവർ അനുഭവിക്കേണ്ടി വന്നത് അതിഭീകരമായ കാര്യങ്ങളാണ്. അവിടെ നിന്നും സോയർ നടത്തുന്ന ഒരു സർവൈവൽ സ്റ്റോറിയാണ് റസ്റ്റ് ക്രീക്ക്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ബാക്ക് ടു മൂവീസ് വേൾഡ്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സോയർ എന്ന പെൺകുട്ടിയാണ്. ഇവളാണ് നമ്മുടെ നായിക. പതിവ് ജോഗിംഗ് ഒക്കെ നടത്തുന്നതിനിടയിലാണ് അവൾക്ക് ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. വാഷിങ്ടൺ DC-യിലെ ഒരു കമ്പനിയിൽ നിന്നുള്ള ജോബ് ഇൻ്റർവ്യൂ കോളായിരുന്നു അത്. അതവൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. അവൾക്ക് എത്രയും വേഗം അവിടെ എത്തുകയും വേണം. അവൾ തൻ്റെ കാറിൽ തന്നെ യാത്ര പോകാമെന്ന് തീരുമാനിച്ചു. റൂട്ടൊക്കെ ക്ലിയറാക്കി ഒന്ന് റിസർച്ച് ചെയ്ത് തൻ്റെ ഫോണിലെ GPS-ൻ്റെ സഹായത്തോടെയൊക്കെ യാത്ര ചെയ്യാം എന്നാണ് അവളുടെ തീരുമാനം. അങ്ങനെ അവൾ യാത്ര ആരംഭിച്ചു. ഹൈവേ നമ്പർ 64-ലൂടെയാണ് യാത്ര. എന്നാൽ പെട്ടെന്നൊരു വാർത്ത അവൾ FM-ലൂടെ അറിയുകയാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കെൻറ്റുക്കി ഏരിയയിലെ ഹൈവേയിൽ വലിയ ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുകയാണ്. ഹൈവേ ഒഴിവാക്കി യാത്ര ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് അവരുടെ നിർദ്ദേശം. സോയർ വണ്ടി ഹൈവേയിൽ നിന്നും എക്സിറ്റ് അടിച്ചിറങ്ങി. GPS ഇപ്പോൾ അവളെ കുറേ ഗ്രാമവഴികളിലൂടെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഓടി ഓടി ഒരു കൊടും കാടിന് നടുവിലെത്തിയിരിക്കുന്നു. റൈറ്റ് ടേൺ ചെയ്യാൻ GPS പറയുമ്പോൾ ആ റോഡ് പെർമനൻ്റായി ക്ലോസ്ഡ് ആക്കിയിരിക്കുന്നതായി സോയർ മനസ്സിലാക്കി. ഒടുവിൽ അവൾ മറ്റൊരിടത്ത് വണ്ടി കൊണ്ട് ചെല്ലുമ്പോൾ റോഡിൽ നിന്ന് മാറി ഒരു മൺവഴി ആയതിനാൽ അവൾ വണ്ടി അവിടെ നിർത്തുന്നു. സോയറിൻ്റെ വണ്ടി നിർത്തുന്നത് 2 പേർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ കാറിലുള്ള ആളുകൾ നമ്മളെ കണ്ടു കാണും എന്നാണ് ഒരാൾ പറയുന്നത്. സോയർ അവിടെ നിന്നും വണ്ടി തിരികെ വന്ന വഴിയെ തന്നെ പോവുകയാണ്. ഒരു സമയം എത്തിയപ്പോൾ റോഡിൻ്റെ അരികിൽ വണ്ടി നിർത്തി ഒരു മാപ്പ് നിവർത്തി റൂട്ട് നോക്കുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് ഒരു വണ്ടി വന്ന് സോയറിൻ്റെ വണ്ടിക്കടുത്തായി നിൽക്കുന്നത്. അതിൽ നിന്നും 2 യുവാക്കൾ ഇറങ്ങുന്നു. ഒരാൾ ഹോളിസ്, മറ്റേയാൾ ബക്ക്. ഇരുവരും സഹോദരങ്ങളാണ്. എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ഈ സ്ഥലത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കരുത്, അത് അപകടമാണെന്നൊക്കെ പറഞ്ഞാണ് ഹോളിസ് സോയറിൻ്റെ അടുത്തേക്ക് വരുന്നത്. സോയറിന് അവരെ കണ്ടപ്പോൾ തന്നെ അത്ര പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും അവർ അവിടുത്തെ ലോക്കൽസ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഹൈവേ 64-ലേക്കുള്ള വഴി പറഞ്ഞു തരാമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഹോളിസ് വഴി പറഞ്ഞു കൊടുക്കുന്നു. സോയർ ഈ സ്ഥലത്ത് പുതിയതാണെന്ന് മനസ്സിലാക്കിയ ഹോളിസ് സോയറിനോട് പറയുന്നു, നമ്മുടെ വീട് ഇവിടെ അടുത്താണ്. ഇന്നിനിയിപ്പോൾ പോയാൽ ഇരുട്ടത്ത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇന്ന് നമ്മുടെ കൂടെ കൂടിയിട്ട് നാളെ പോകാം എന്നൊക്കെ പറഞ്ഞ് ഹോളിസ് സോയറിനെ കടന്നു പിടിക്കുന്നു. സോയർ ഹോളിസിനെ തിരിച്ചടിക്കുന്നു. ബക്ക് ഇതിനോടകം സോയറിനെ ആക്രമിക്കുന്നു. അവൾ തിരിച്ചും ആക്രമിക്കുന്നു. ഇതിനുള്ളിൽ ബക്ക് സോയറിൻ്റെ കാലിൽ കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നു. എന്നാൽ ഒരുവിധം രക്ഷപ്പെട്ട സോയർ കാടിനുള്ളിലേക്ക് ഓടിക്കയറുന്നു. സോയർ നിർത്താതെ ഓടുകയാണ്. ഓടി ഓടി ഏതാണ്ട് വനത്തിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പായി പോയിട്ടുണ്ട്. ബക്കും ഹോളിസും അവളുടെ പുറകെ തന്നെയുണ്ട്. ഒരിടത്ത് വെച്ച് അവൾ ഒരു പാറയുടെ മറവിൽ ഒളിച്ചിരിക്കുന്നു. കാലിൽ നിന്നും രക്തം നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല വേദനയുമുണ്ട്. അവൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് ബക്കിൻ്റെയും ഹോളിസിൻ്റെയും കാൽപെരുമാറ്റം കേൾക്കാമായിരുന്നു. ഒന്ന് എത്തി നോക്കുമ്പോഴേക്കും ആ 2 പേരെയും അവൾ കാണുകയും ചെയ്യുന്നു. പെട്ടെന്ന് അവൾ ഒരു കല്ലെടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് എറിയുന്നു. അവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടുന്നു. ആ സമയം നോക്കി സോയർ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. കാലിൽ നിന്നും ഒരുപാട് രക്തം പോകുന്നുണ്ട്. നല്ല വേദനയുമുണ്ട്. അവൾ വഴിയറിയാതെ ആ കാടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. നേരം ഏതാണ്ട് ഇരുട്ടി തുടങ്ങി. അവൾ നടന്ന് ഒരു അരുവിയുടെ അടുത്തെത്തി. അവിടെ ഇരുന്ന് വെള്ളം കോരി കുടിക്കുന്നു. ശേഷം ഒരു പാറയുടെ മറവിൽ ഉറങ്ങാൻ കിടക്കുന്നു. നല്ല തണുപ്പും വേദനയും അവളെ നന്നായി തളർത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ ഷെരീഫിനൊരു കോൾ എത്തുന്നു. ഒരു അബാൻഡൻഡായ വണ്ടിയെക്കുറിച്ചാണ് കോൾ. അപ്പോഴാണ് ഷെരീഫ് സബോർഡിനേറ്റിനോട് ഒരു എഡ്വേർഡ് ഗാരോയെ പറ്റി പറയുന്നത്. ഇതുപോലുള്ള അബാൻഡൻഡ് വണ്ടികളെ വിവരം എത്തുമ്പോൾ അയാളെ കൂടി അന്വേഷിക്കണം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ശേഷം പോലീസ് ആ കാറിനടുത്തെത്തി. അത് നമ്മുടെ സോയറിൻ്റെ കാറായിരുന്നു. ഇൻസ്പെക്ടർ ഷെരീഫ് ആ കാറാകെ പരിശോധിച്ചു. കാറിൻ്റെ പരിസരത്ത് നിന്നും രക്തക്കറയും അയാൾ കണ്ടെത്തി. ഉറക്കമുടർന്ന സോയർ കാണുന്നത് ഒരു ഹെലികോപ്റ്റർ പറന്നു പോകുന്നതാണ്. സോയർ സഹായത്തിനായി ഒന്ന് വിളിച്ചൊക്കെ നോക്കി. എന്നാൽ അതൊന്നും ഒരിക്കലും പോസിബിൾ ആവാത്ത കാര്യമാണല്ലോ. അപ്പോഴേക്കും സോയറിൻ്റെ കാലിലെ മുറിവിൽ നിന്നുമുള്ള വേദന വല്ലാതെ കൂടി വരുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം ഷെരീഫ് ഹോളിസിൻ്റെയും ബക്കിൻ്റെയും വീട്ടിൽ വന്നിരിക്കുകയാണ്. സ്ഥലത്തെ ചെറിയ ക്രിമിനൽ സ്വഭാവമുള്ള 2 പേരാണ് അവർ.
റസ്റ്റ് ക്രീക്കിൽ ഒരു കാർ അബാൻഡൻ്റായി കിടക്കുന്നതിൻ്റെ ഭാഗമായി അന്വേഷിക്കാൻ വന്നതാണെന്ന് ഷെരീഫ് പറയുന്നു. കൂട്ടത്തിൽ ഹോളിസിൻ്റെയും ബക്കിൻ്റെയും ശരീരത്തിലെ പരിക്ക് ഷെരീഫ് ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഹണ്ടിങ്ങിനിടയ്ക്ക് പറ്റിയതാണ് എന്നാണ് അവർ പറയുന്നത്. ചെറിയ സംശയത്തോടെ ഷെരീഫ് അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ സോയർ വീണ്ടും അരുവിക്കടുത്ത് വന്ന് തൻ്റെ മുറിവുകൾ കഴുകി വൃത്തിയാക്കുകയാണ്. എന്നിട്ട് ഒരിടത്ത് ചെന്നിരുന്ന് സോക്സ് ഊരിയെടുത്ത് മുറിവ് കെട്ടുന്നു. മുറിവ് പഴകും തോറും വേദന കൂടി വരികയാണ്. അവൾ ആകെ തളർന്നിരിക്കുകയാണ്. നടക്കാനും വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ആരെങ്കിലും ആ കാറ് കാണുന്നുണ്ടാവുമെന്നും അങ്ങനെ തന്നെ രക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ വരാതിരിക്കില്ല എന്നും സോയർ വിശ്വസിച്ചു. ഇപ്പോൾ ബക്കും ഹോളിസും സോയറിൻ്റെ കാറിനടുത്തെത്തുന്നു. എന്നിട്ട് അത് ഓടിച്ചു പോകുന്നു. ഇപ്പോൾ സോയർ പാറകളിൽ ദേഹം ചേർത്ത് കഷ്ടിച്ച് നടക്കുകയാണ്. അവളുടെ മുറിവ് പഴുത്തു തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. പാറക്കെട്ടിന് മുകളിൽ നിന്നും സോയറിൻ്റെ കാർ അവളുടെ അടുത്തേക്ക് വന്ന് വീഴുന്നു. സോയർ അവിടെ നിന്നും ഓടി ഒളിക്കുന്നു. കാറിനടുത്തേക്ക് ഹോളിസും ബക്കും നടന്നു വരുന്നു. പോലീസിന് സംശയം തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ബോഡി എങ്ങനെയും കണ്ടെത്തി നശിപ്പിച്ചില്ല എങ്കിൽ നമ്മൾ പെടുമെന്ന് ഹോളിസ് പറയുന്നു. അവളുടെ കാലിലെ മുറിവ് ഒരല്പം ഗുരുതരമാണ്. ഇതിനോടകം മരിച്ചിരിക്കാനാണ് സാധ്യതയെന്നും ബക്കും പറയുന്നു. ശേഷം അവർ അവിടെ നിന്നും പോകുന്നു. സോയർ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് കാറിനടുത്തേക്ക് നടക്കുന്നു. അവിടെ നിന്നും അവൾക്ക് അവളുടെ ഫോൺ കിട്ടുന്നു. അവൾ അത് ഓണാക്കി നോക്കുമ്പോൾ അവളുടെ അമ്മയുടെ ധാരാളം മിസ് കോളുകൾ അവൾ കാണുകയാണ്. റേഞ്ച് പിടിക്കാനായി അവൾ ഫോണുമായി അവിടെ നിന്ന് നടക്കുന്നു. ഈ സമയം ഹോളിസും ബക്കും സോയറിൻ്റെ മുറിവിൽ കെട്ടിയിരുന്ന സോക്സ് കണ്ടെത്തുന്നു. സോക്സിൽ രക്തത്തിൻ്റെയും പഴുപ്പിൻ്റെയും നനവുണ്ടായിരുന്നു. സോയർ മരിച്ചിട്ടില്ല എന്നും ഇവിടെ അടുത്തെവിടെയോ തന്നെ ഉണ്ട് എന്നും അവർക്ക് മനസ്സിലായി. അവർ സോയറിനെ തിരക്കി നടന്ന് ഒടുവിൽ അവളുടെ കാറിനടുത്ത് തന്നെ എത്തി. ഈ സമയം സോയർ നടന്ന് ഒരു അരുവിയും കടന്ന് പോവുകയാണ്. അവളുടെ ഫോണിൽ അവളുടെ അമ്മയ്ക്ക് ഒരു വോയിസ് മെയിൽ അയക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഫോണിൻ്റെ ചാർജ് തീർന്ന് ഓഫായിട്ടുണ്ടായിരുന്നു. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്ക്. ഒരു ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഏതാണ്ട് നേരം ഇരുട്ടാറായി. അരുവിയിലെ വെള്ളം മാത്രമാണ് ഇതുവരെ ജീവൻ നിലനിർത്തിയത്. അവസാനമുണ്ടായ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നു. വനത്തിൻ്റെ ഭയപ്പെടുത്തുന്ന ഏകാന്തത, വേട്ടയാടാൻ നടക്കുന്ന രണ്ടുപേർ, കൊടും തണുപ്പ്, വിശപ്പ്, കൂടെ കഠിനമായ വേദനയും. സോയർ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ഈ സമയം തോക്കും കത്തിയുമായി ഹോളിസും ബക്കും കാടിനുള്ളിൽ അവളെ തേടി കറങ്ങുന്നുണ്ട്. സോയർ ആകട്ടെ ആ കാടിനുള്ളിലൂടെ എങ്ങോട്ടെന്നില്ലാതെ നടക്കുന്നു. ശക്തമായ വേദനയും വിശപ്പും കാരണം അവൾക്ക് നടക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ഒടുവിൽ അവൾ ഒരിടത്ത് വെച്ച് ബോധം കെട്ട് വീഴുന്നു. അവളുടെ അടുത്തായി ഒരാൾ അപ്പോൾ വന്ന് നിൽക്കുന്നുണ്ട്. അടുത്ത ദിവസം നേരം പുലർന്നപ്പോൾ സോയർ ഒരു വീടിനുള്ളിലായി ഒരു ബെഡിൽ കിടക്കുകയാണ്. അവൾ പരിഭ്രമിച്ച് അവിടെ നിന്നും എഴുന്നേൽക്കുന്നു. അവളുടെ മുറിവുകൾ വൃത്തിയാക്കി മരുന്നൊക്കെ വച്ച് കെട്ടിയിരിക്കുന്നു. അവൾ പെട്ടെന്ന് ബെഡിൽ നിന്നും ചാടി ഇറങ്ങി. എന്നാൽ കാലൂന്നിയപ്പോൾ അസഹ്യമായ വേദനയാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. എങ്കിലും നടന്ന് വാതിൽക്കലെത്തിയപ്പോൾ ഒരാൾ ഒരു തോക്കുമായി കടന്നു വരുന്നു. സോയർ പേടിച്ച് ഒരു കത്തിയൊക്കെ എടുത്ത് നീ ആരാണ്, എൻ്റെ അടുക്കൽ വരരുത് എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന ഡ്രഗ്സ് എടുത്ത് അയാളുടെ മുഖത്തെറിഞ്ഞ ശേഷം അവൾ കതക് തുറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവൾ വീണ്ടും ബോധം കെട്ട് വീഴുന്നു. തിരികെ ബോധം വീഴുമ്പോൾ അയാൾ അവളെ കെട്ടിയിട്ടിരിക്കുകയാണ്. കഴിക്കാൻ ഭക്ഷണവും വെള്ളവുമൊക്കെ അവിടെ വച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഒന്ന് മടിച്ചെങ്കിലും വിശപ്പ് കൊണ്ട് അവൾ ആ ഭക്ഷണവും വെള്ളവും എല്ലാം എടുത്ത് കഴിക്കുന്നു. പെട്ടെന്ന് ആ വീടിൻ്റെ പുറത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നു. സോയർ കിടന്ന് നിലവിളിക്കുന്നു. പെട്ടെന്ന് അയാൾ സോയറിൻ്റെ വായ പൊത്തി പിടിക്കുന്നു. മിണ്ടാതിരിക്കെ, അവർ കേട്ടാൽ നിന്നെ കൊന്നുകളയും. ഇതിനിടയ്ക്ക് അവൾക്ക് സംഭവിച്ചതൊക്കെ സോയർ അയാളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ ആക്രമിച്ചത് ആരാണ് എന്ന ഏകദേശമായിട്ടുള്ള ഒരു ഉദ്ദേശം അയാൾക്കുണ്ടായിരുന്നു. ഇയാളുടെ പേരാണ് ബാരോ. ഹോളിസിൻ്റെയും ബക്കിൻ്റെയും കസിനാണ് ബാരോ. ഇവർ ഈ റസ്റ്റ് ക്രീക്കിലെ കാടിനുള്ളിൽ തമ്പടിച്ച് മയക്കുമരുന്നിൻ്റെ ഡീലിങ്സ് ഒക്കെ ചെയ്യുന്നവരാണ്. ഹോളിസിനെയും ബക്കിനെയും പോലെ അല്ലായിരുന്നു ബാരോ. അവൻ അത്യാവശ്യം മനുഷ്യത്വമൊക്കെ ഉള്ള ആളാണ്. സംസാരത്തിനിടയ്ക്ക് ഒരു പെണ്ണിനെ നീ കണ്ടിരുന്നോ എന്ന് ഹോളിസ് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ബാരോ പറയുന്നു. ഈ സമയം സോയർ ഡ്രഗ്സൊക്കെ ഉണ്ടാക്കുന്നതിന് കൊണ്ടുവച്ചിരിക്കുന്ന ഒരു പൗഡർ കയറിലിട്ട് അതിൽ വെള്ളമൊഴിക്കുന്നു. കയർ അതോടെ ഉരുകി പൊട്ടുന്നു. പെട്ടെന്ന് അവൾ അവിടെ നിന്നും ഓടി ഒളിക്കുന്നു. വീടിനകത്ത് കയറിയ ഹോളിസിനും ബക്കിനും അവളെ കാണാനായില്ല. അവർ അവിടെ നിന്നും പുറത്തിറങ്ങി മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഈ സമയം ഷെരീഫിൻ്റെ സുപ്പീരിയർ ആയിട്ടുള്ള ഓഡയൽ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു. റസ്റ്റ് ക്രീക്ക് പ്രദേശത്ത് മെക്സിക്കൻ മയക്കുമരുന്ന് മാഫിയ സജീവമാകുന്നതിൻ്റെ കൺസേണാണ് ഓഡയൽ ഷെരീഫിനോട് പറയുന്നത്. അതുമായി ആ അബാൻഡന്റ് കാറിന് ബന്ധമുണ്ടെന്നും ആ പെൺകുട്ടിയുടെ വീട്ടുകാർ കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ടെന്നും ഡോയൽ ഷെരീഫിനോട് പറയുന്നു. എന്നാൽ ഷെരീഫ് അതെല്ലാം ഓരോ മുട്ടുന്യായങ്ങൾ പറഞ്ഞ് പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഈ ഷെരീഫാണ് ഹോളിസിനെയും ബക്കിനെയും ബാരോനെയും യൂസ് ചെയ്ത് മെക്സിക്കൻ അതിർത്തികളിലൂടെ മയക്കുമരുന്നിൻ്റെ ഡീൽസ് എല്ലാം ചെയ്യുന്നത്. ഷെരീഫിൻ്റെ ഒഴിഞ്ഞുമാറാൻ ശ്രദ്ധിച്ചിട്ടാവണം ഓഡയിൽ ഒരു കാര്യം തീരുമാനിച്ചു.
അയാളുടെ മേൽനോട്ടത്തിൽ കാട് മൊത്തത്തിൽ ഒരു വിശദമായ തിരച്ചിൽ നടത്തണം. പണി ഏതാണ്ട് പാളുന്ന കാര്യം ഷെരീഫിന് മനസ്സിലായി. ഈ സമയം സോയറും ബാരോവും തമ്മിൽ സംസാരിക്കുകയാണ്. ബക്കനും ഹോളിസിനും വേണ്ടി മയക്കുമരുന്ന് ഉണ്ടാക്കുക എന്നതാണ് താൻ ചെയ്യുന്നതെന്നും അതിൻ്റെ പ്രോസസ്സിനെ പറ്റിയുമൊക്കെയാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. ഒടുവിൽ സോയർ പറയുന്നു, നിങ്ങൾ എന്നെ വെറുതെ വിടണം, ഞാൻ പുറത്തുപോയി ഇതൊന്നും ആരോടും പറയില്ല. എന്നാൽ ബാരോ പറയുന്നു, ഇപ്പോൾ പോകുന്ന അപകടമാണ്, ഹോളിസിൻ്റെയും ബക്കിൻ്റെയും ആളുകൾ പുറത്തൊക്കെ തന്നെ ഉണ്ടാകും, പറ്റിയ സമയം വരുമ്പോൾ ഞാൻ തന്നെ നിന്നെ രക്ഷപ്പെടുത്താം. എന്നാൽ സോയർ അവിടെ നിന്ന് വയലൻ്റ് ആവുകയാണ്. പെട്ടെന്ന് ബാരോ അവളുടെ കൈകളുടെ കെട്ടുകൾ അയച്ചു. എന്നാൽ നീ ഇപ്പോൾ തന്നെ പോ, ഇവിടുത്തെ സാഹചര്യങ്ങൾ നേരിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. 2 ദിവസം കഴിയുമ്പോൾ ബക്കും ഹോളിസും ഡിട്രോയിറ്റിലേക്ക് പോകും. അപ്പോൾ ഞാൻ അവരുടെ വണ്ടിയിൽ നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താം. എൻ്റെ അടുക്കൽ വണ്ടിയൊന്നുമില്ല. സോയർ സമാധാനപ്പെടുന്നു. ഈ സമയം ഷെരീഫ് ഒന്ന് ഹോളിസിനെയും ബക്കിനെയും വിരട്ടുകയാണ്. നീയൊക്കെ എന്തിനാണ് ആ പെൺകുട്ടിയെ പോയി ആക്രമിച്ച് വള്ളിക്കെട്ടെല്ലാം ഉണ്ടാക്കിവെച്ചു എന്നൊക്കെ പറഞ്ഞ് ഹോളിസിനെ പിടിച്ചിടിക്കുന്നു. ഓഡോയൽ ഇപ്പോൾ ശക്തമായി അന്വേഷണം നടത്തുകയാണെന്നും എത്രയും വേഗം അവളുടെ ബോഡി കണ്ടെത്തി മറവ് ചെയ്യണമെന്നൊക്കെ ഷെരീഫ് പറയുമ്പോൾ ഹോളിസ് പറയുന്നു, ഞങ്ങൾ കരുതിയത് നമ്മൾ ആ ഡ്രഗ്സിൻ്റെ ബാഗ് കുഴിച്ചിടുന്നത് അവൾ കണ്ടു എന്നായിരുന്നു, അതാണ് അവളെ ആക്രമിച്ചത്. എന്തൊക്കെയായാലും അവളുടെ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഈ സ്റ്റോക്സൊക്കെ ഷെഡ്യൂൾ അനുസരിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഷെരീഫ് അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം രാവിലെ ബാരോ തൻ്റെ പതിവ് പരിപാടിയിൽ നിൽക്കുകയാണ്. സോയർ അവനോടൊപ്പം മയക്കുമരുന്ന് നിർമ്മാണത്തിൽ കൂടുന്നു. കാരണം ബോറടിച്ചിരിക്കുകയാണല്ലോ. ആ സമയത്ത് ബാരോ ഒരുപാട് കാര്യങ്ങൾ സോയറിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആൻഹൈഡ്രസ് അമോണിയയെക്കുറിച്ചും അതിൽ നിന്നും ഉണ്ടാകാൻ കഴിയുന്ന ഗ്യാസിനെ പറ്റിയുമൊക്കെ അവൻ അവളോട് പറയുകയാണ്. കണ്ണെന്ന് തെറ്റുമ്പോൾ സോയർ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഒളിപ്പിച്ചു വയ്ക്കുന്നു. ഹോളിസ് ഇപ്പോൾ വരുമെന്നും പെട്ടെന്ന് ഒളിക്കാനും ബാരോ സോയറിനോട് പറയുന്നു. സോയർ പോയി ഒളിക്കുന്നു. അപ്പോഴേക്കും ഹോളിസും ബക്കും അവിടെ എത്തുന്നു. എന്തൊക്കെയോ പാക്കറ്റ് വണ്ടിയിൽ നിന്ന് ഇറക്കുന്നു. എന്നിട്ട് അവർ അവിടെ നിന്നും പോകുന്നു. സോയർ ഒരു അരുവിയുടെ തീരത്ത് പോയി നിൽക്കുകയാണ്. അവിടെ വെച്ച് പ്രധാന റോഡുകളിലേക്ക് പോകാൻ കഴിയുന്ന ദിക്കുകൾ ബാരോ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ ഇൻസ്പെക്ടർ ഷെരീഫിനെ സംശയം തോന്നിയ ഷെരീഫിൻ്റെ സബോർഡിനേറ്റിനെ ഷെരീഫ് വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് അവൻ്റെ ബോഡി ഹോളിസിന് എത്തിച്ചു കൊടുക്കുന്നു. അത് മറയ്ക്കാൻ ആവശ്യപ്പെടുന്നു. ശേഷം സോയറിൻ്റെ കാറിൽ നിന്നും കിട്ടിയ പേഴ്സ് ആ സബോർഡിനേറ്റിൻ്റെ സ്റ്റോർ ബോക്സിൽ വയ്ക്കുകയും ഡോയലിനെ അത് കാണിക്കുകയും ചെയ്യുന്നു. ഡോയൽ ആ ഡെപ്യൂട്ടിയെ തെറ്റിദ്ധരിക്കുന്നു. നമ്മൾ ഇന്നു മുതൽ കാട് മുഴുവൻ സെർച്ച് തുടരുകയാണെന്നും ഡെപ്യൂട്ടി കൂടി ഈ ക്രൈമിൽ അംഗമാണെന്നാണ് സംശയമെന്നും ഡോയൽ ഫോഴ്സിനോട് പറയുന്നു. ഇതിനിടയിൽ ബാരോവിൻ്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ട് എന്ന് ഹോളിസ് പറഞ്ഞതനുസരിച്ച് ഷെരീഫ് ബാരോയുടെ അടുക്കലെത്തുന്നു. സോയർ അപ്പോഴേക്കും ഓടി ഒളിക്കുന്നു. ബാരോ തോക്കുമായി വീടിന് പുറത്തിറങ്ങി നിൽക്കുന്നു. ഷെരീഫ് അവിടെ എത്തിയ ശേഷം ബാരോനോട് ചോദിക്കുന്നു, മോനെ, നിന്റെ കുക്കൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വന്നതാണ് എന്ന് ഷെരീഫ് പറയുമ്പോൾ, ആരായാലും എൻ്റെ കിച്ചണിൽ കയറാൻ ഞാൻ ആരെ അനുവദിക്കില്ല എന്ന് ബാരോ പറയുമ്പോൾ, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? ഞാനാണ് ഇതിനെല്ലാം ഇൻവെസ്റ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ബാരോവിനെ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ ഷെരീഫിൻ്റെ അടുത്തിരിക്കുന്ന ബാരലിനെ ചൂണ്ടിക്കാട്ടിയ ശേഷം ബാരോ പറയുന്നു, കൂടുതൽ സംസാരിക്കേണ്ട, ഒരു ഷൂട്ട് ആ ബാരൽ കിട്ടിയാൽ പിന്നെ താനില്ല. ഷെരീഫ് ഒരു ചിരിയൊക്കെ പാസാക്കി അവിടെ നിന്നും പോകുന്നു. ഈ സമയം ഷെരീഫ് ഹോളിസിനോടും ബക്കിനോടും പോലീസ് വേഷത്തിൽ ചരക്ക് കടത്താൻ നിർദ്ദേശിക്കുന്നു. റോഡ് മുഴുവൻ പോലീസിൻ്റെ ചെക്കിംഗ് ആണെന്നും പോലീസ് വണ്ടിയിൽ പോലീസ് വേഷമിട്ട് ചരക്ക് കടത്തണമെന്നും ഷെരീഫ് പറയുന്നു. ഈ സമയം ബാരോവും സോയറും അരുവിയുടെ അടുത്തിരുന്ന് സംസാരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് വണ്ടിയിൽ പോലീസ് വേഷത്തിൽ ഹോളിസ് എത്തുന്നു. ബാരോ അവനുണ്ടാക്കിയ മയക്കുമരുന്നുകളെല്ലാം ഹോളിസിന് കൈമാറുന്നു. പെട്ടെന്ന് ഹോളിസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. വീട്ടിലേക്കുള്ള പടി ചവിട്ടിക്കയറിയിരിക്കുന്നതിൽ ബാരോയുടെ ഷൂ മാർക്കിൻ്റെ കൂടെ മറ്റൊരു ഷൂ മാർക്ക് കൂടി പതുങ്ങിയിരിക്കുന്നു. ഹോളിസ് യാത്രയൊക്കെ പറഞ്ഞ് കാറിൽ കയറി പോകുന്നു. അവർ പോയി എന്ന വിശ്വാസത്തിൽ സോയറും ബാരോവും ഇരുന്ന് സംസാരിക്കുകയാണ്. പെട്ടെന്ന് ഹോളിസും ബക്കും അവിടേക്ക് കടന്നു വരുന്നു. നീ ഞങ്ങളെ മണ്ടന്മാരായി കളയാമെന്ന് കരുതിയോ എന്നൊക്കെ ചോദിച്ച് ഹോളിസ് ബാരോയുടെ അടുക്ക നടക്കുന്നു. പെട്ടെന്ന് ബാരോ പറയുന്നു, നീ അവളെ കൊല്ലരുത്, അവളിപ്പോൾ നമ്മുടെ ആളാണ്, ഒരു അടിമയെപ്പോലെ നമ്മൾ പറയുന്നത് എന്ത് അവൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബാരോ അവളോട് പെട്ടെന്നൊരു കോഫി ഇടുമെന്നൊക്കെ പറഞ്ഞ് സോയറിനോട് ഓർഡർ ഇടുകയാണ്. അവളൊന്നും മിണ്ടാതെ ഒരു ഫ്ലാസ്കിൽ നിന്നും പാലെടുക്കുന്നു. സത്യത്തിൽ അത് ഡ്രഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡായിരുന്നു. ഓപ്പൺ എയർ കൊണ്ടാൽ അത് ഗ്യാസ് ആവുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യും. സോയർ അത് മൈക്രോവേവ് ഓവനിൽ വെച്ച് ചൂടാക്കാൻ വയ്ക്കുന്നു. ഉടനെ നീ എൻ്റെ മടിയിൽ വന്നിരിക്കടി എന്നൊക്കെ ബാരോ പറയുമ്പോൾ സോയർ അതുപോലെ ചെയ്യുന്നു. നീ ഒരു സംഭവം തന്നെ എന്നൊക്കെ പറഞ്ഞ് ഹോളിസ് ചിരിക്കുമ്പോഴേക്കും ഓവൻ പൊട്ടിത്തെറിക്കുന്നു. സ്പോട്ടിൽ ബക്ക് മരിക്കുന്നു. ചെറിയ പരുക്കുകളോടെ ബാരോയും സോയറും വീടിന് പുറത്തെത്തുന്നു. ബാരോയുടെ പുറകിൽ ഒരു ചില്ല് കുത്തി കയറിയിട്ടുണ്ടായിരുന്നു. ബാരോവിന് എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. സോയർ ബാരോവിനെ താങ്ങിപ്പിടിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ബാരോയ്ക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ബാരോ പറയുന്നു, എനിക്കിത് സാധിക്കില്ല, നിനക്ക് ബിഷപ്പ് റോഡിലേക്കുള്ള ദിക്കറിയാമല്ലോ. സോയർ പറയുന്നു, നിങ്ങളില്ലാതെ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല. എന്നാൽ അപ്പോഴേക്കും ഹോളിസ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു.
ബാരോ സോയറിനോട് ഓടാൻ ആവശ്യപ്പെടുന്നു. സോയർ ബിഷപ്പ് റോഡിന്റെ ഭാഗത്തേക്ക് ഓടുന്നു. ഹോളിസ് അവളെ വെടിവെക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് ബാരോ തടയുന്നു. ബാരോവും ഹോളിസും തമ്മിൽ അവിടെ മൽപ്പിടുത്തം നടക്കുകയാണ്. ഒടുവിൽ ഹോളിസിൽ നിന്നും തോക്ക് പിടിച്ചെടുത്ത് ബാരോ നിൽക്കുമ്പോൾ ഷെരീഫ് ബാരോയെ വെടിവെച്ച് കൊല്ലുന്നു. വെടിവെച്ച സോയർ കേൾക്കുന്നുണ്ട്. അവൾ മുന്നോട്ട് തന്നെ ഓടുകയാണ്. അവൾ ബിഷപ്പ് റോഡിന്റെ ഭാഗത്തേക്ക് ഓടിയിരിക്കുകയാണെന്നും നമുക്ക് ഉടനെ അവളെ കണ്ടെത്തണമെന്നും ഹോളിസ് പറയുന്നു. എന്നാൽ സ്ഫോടനത്തിൽ ഹോളിസിന് നന്നായി പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അവനെ കൊണ്ടിനി വലിയ ഉപകാരമില്ല എന്ന് ഷെരീഫിന് മനസ്സിലായി. ഓൾറെഡി ഒഡയലിന്റെ നേതൃത്വത്തിൽ പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുമുണ്ട്. ഷെരീഫ് ഹോളിസിനെയും വെടിവെച്ച് കൊല്ലുന്നു. ഈ സമയത്ത് സോയർ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടി അവൾ വല്ലാതെ തളർന്നിരിക്കുന്നു. എങ്കിലും അവൾ റോഡിലെത്തപ്പെട്ടു. പെട്ടെന്ന് ഒരു പോലീസ് വണ്ടി അവിടെ വന്നു നിന്നു. എന്നാൽ അത് ഷെരീഫായിരുന്നു. ഷെരീഫിനോട് സോയർ നടന്നതെല്ലാം പറയുന്നു. ശേഷം ബാരോവിനെ പെട്ടെന്ന് രക്ഷിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഷെരീഫിന്റെ വോയിസ് അവൾ നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ ബാരോയുടെ വീട്ടിനകത്ത് വെച്ച്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ അവൾ അത് മനസ്സിലാക്കി. താനിപ്പോൾ വീണ്ടും വന്ന് പെട്ടിരിക്കുന്നത് അപകടത്തിലാണ്. ഷെരീഫ് പറയുന്നു, നമുക്കിവിടെ നിന്നും ബാരോയുടെ അടുത്തേക്ക് നടന്നു പോകാം. ഷെരീഫ് അവളെയും കൂട്ടി കാടിനടുത്തേക്ക് നടക്കുന്നു. സോയർ രക്ഷപ്പെട്ടാൽ തൻ്റെ കാര്യങ്ങളൊക്കെ ലീക്കാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഷെരീഫ് അവളെ കൊല്ലാൻ ആണ് കൊണ്ടുപോകുന്നത്. സോയറിനത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ അവൾ ഒളിപ്പിച്ചു വച്ചിരുന്ന സ്ക്രൂ ഡ്രൈവർ അവൾ തപ്പി നോക്കിയാണ്. നടന്ന് ഒരു അരുവിക്കടുത്ത് എത്തിയതും സോയർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ഷെരീഫ് അവളെ പിടിക്കുന്നു. എന്നിട്ട് വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും അവളുടെ കയ്യിലുണ്ടായിരുന്ന സ്ക്രൂ ഡ്രൈവർ വെള്ളത്തിലേക്ക് വീഴുന്നു. ഷെരീഫ് വീണ്ടും അവളെ വെള്ളത്തിൽ മുക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് സോയറിന്റെ കയ്യിൽ ആ സ്ക്രൂ ഡ്രൈവർ കിട്ടുകയും അവൾ അതുകൊണ്ട് ഷെരീഫിന്റെ കാലിൽ കുത്തുന്നു. വേദന കൊണ്ട് ഷെരീഫ് അവളെ വിടുന്നു. ആ സമയം നോക്കി സോയർ അത് ഷെരീഫിന്റെ കഴുത്തിൽ കുത്തിയിറക്കുന്നു. സ്പോട്ടിൽ ഷെരീഫ് മരിച്ചു വീഴുന്നു. അവൾ വീണ്ടും റോഡിലേക്ക് നടക്കുന്നു. നടന്ന് റോഡിലെത്തുന്നു. അപ്പോഴേക്കും ഒരുപാട് പോലീസ് വണ്ടികൾ അതുവഴി വരുന്നുണ്ട്. അവിടെ ചിത്രം അവസാനിക്കുന്നു. ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ് മൂവീസ് വേൾഡ്. ബൈ.